ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമ്മെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് പ്രഭാതത്തിൽ ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യും, താമസമുണ്ടാവുകയില്ല. എസെക്കിയേൽ പ്രവാചന പുസ്തകം 12:25 മാറ്റമില്ലാത്ത ദൈവവചനം നമുക്ക് ഉറപ്പിച്ചു തരികയാണ്. ഒരുപക്ഷെ പരാജയപ്പെട്ട അവസ്ഥ, ഇരുട്ട് മൂടിക്കിടക്കുന്ന രാത്രികള്, തകർന്നു കിടക്കുന്ന സാഹചര്യങ്ങള്, നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥയിലൂടെ നീ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങള്, നിയോഗങ്ങളെല്ലാം നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാം. 71 സങ്കീർത്തനം 14 തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. ദൈവമക്കളെ, ദൈവത്തില് നമുക്ക് ആഴമാർന്നുള്ള വിശ്വാസവും ആഴമാർന്നുള്ള പ്രത്യാശയും ഉണ്ടെങ്കിൽ നിന്റെ രോഗം എന്നു മാറും, കടം എന്നു മാറും, കണ്ണുനീർ എന്നു മാറും എന്ന് പറയാതെ ദൈവമായ കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ പ്രത്യാശയുള്ള ഒരു മകനായിട്ട് മകളായിട്ട് കടന്നു വരിക. നിന്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ സഹോദരങ്ങളോ പൈതൃകമോ അല്ലെങ്കിൽ നിന്റെ കഴിവോ സ്വത്തോ ഒന്നുമല്ല നിന്റെ പ്രത്യാശ, നിന്റെ ദൈവം മാത്രമാണ്. 71 സങ്കീർത്തനം 5 തിരുവചനം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്, കർത്താവേ അങ്ങാണ് എന്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങ് മാത്രമാണ് എന്റെ ആശ്രയം. ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ് മക്കളെ. നമ്മൾ വിശ്വാസത്തോടെ പ്രത്യാശയോടെ അവിടുത്തെ കരങ്ങളില് നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ്, ഞാൻ നിന്നെ സഹായിക്കും. പ്രത്യാശ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല എന്ന്. ഇന്നത്തെ ദിവസത്തെ മുഴുവനും ദൈവകരങ്ങൾ നമ്മൾ കൊടുക്കാം. നമ്മുടെ ഓരോ സാഹചര്യങ്ങള്, പ്രത്യാശ പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകള് എല്ലാം ദൈവം ഏറ്റെടുക്കും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യും, അതിന് താമസം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ദൈവം ആ തൃത്വ കൂട്ടായ്മയിലേക്ക്, അബ്രാഹത്തിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് യേശുനാമത്തിന്റെ ശക്തിയാൽ വചനത്തിന്റെ കോട്ടകെട്ടി, രക്തത്തിന്റെ അല്ലെങ്കിൽ തിരുക്കുരിശിന്റെ അഭിഷേകത്തിന്റെ കോട്ടകെട്ടി ദൈവമേ നമ്മളെ നയിക്കണം. പ്രത്യേകിച്ച് അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതമാകുന്ന പാനപാത്രം സമർപ്പിക്കാം. ഇന്ന് കാണുന്നവര് അറിയുന്നവര് അനുഗ്രഹിക്കണമേ. കടന്നു പോകുന്ന വഴികളിൽ ദൈവമേ നിന്റെ ശക്തമായിട്ടുള്ള കരം കൂടി ഉണ്ടാകണമേ. ശക്തനായുധധാരിയായിട്ട് കൊട്ടാരത്തിന് പുറത്തു നിൽക്കുമ്പോൾ അവന്റെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിരിക്കുന്ന പോലെ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവമക്കളെ ഇന്നത്തെ പ്രഭാതം നമുക്ക് സമർപ്പിക്കാം. ഈ ദിവസം മുഴുവനും, ദിവസത്തിന്റെ ഓരോ നിമിഷവും കർത്താവെ അങ്ങ് കൂടെ ആയിരിക്കണമേ. ആ പ്രത്യാശ, ആ വിശ്വാസം നമ്മെ നയിക്കട്ടെ. നല്ലൊരു ദിവസം ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.